17കാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പിടിയിലായ എറണാകുളം സ്വദേശി ഫയാസ് മുബീനിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഒരേ സമയം സൗഹൃദം നടിച്ച് 20കാരനായ ഫയാസ് കബളിപ്പിച്ചത് നിരവധി സ്ത്രീകളെയും പെൺകുട്ടികളെയും. മുന്തിയ ഹോട്ടലിലെ DJ ആണ് താനെന്ന് പറഞ്ഞായിരുന്നു പരിചയപ്പെടുന്ന പെൺകുട്ടികളെ ഇയാൾ പറ്റിച്ചിരുന്നത്. ഫേസ്ബുക്കിൽ മാത്രം 2000-ലധികം പെൺസുഹൃത്തുക്കളാണ് ഫയാസിനുണ്ടായിരുന്നത്. ഇയാളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നത്. മോഷ്ടിച്ച ബൈക്കിലായിരുന്നു കറക്കം. ആഡംബര ജീവിതം നയിക്കുന്നതിനുള്ള പണം കണ്ടെത്തിയിരുന്നത് തട്ടിപ്പ് വഴികളിലൂടെയും. എറണാകുളം കുമ്പള സ്വദേശിയായ ഫയാസ് 2 സെന്റിലെ കൂരയിലായിരുന്നു താമസിച്ചിരുന്നത്. വീടിനടുത്തുള്ള മുന്തിയ ഹോട്ടലിൽ DJ ആയി ജോലി നോക്കുന്നുണ്ടെന്നായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. ആരെയും ആകർഷിക്കുന്ന തരത്തിൽ രൂപമാറ്റം വരുത്തിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അഭിനയത്തിലും മറ്റു പല മേഖലകളിലും തനിക്ക് കഴിവുണ്ടെന്ന വ്യാജ വിവരം ഫയാസ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടുത്തി. ഫേസ്ബുക്കിൽ 2049 പേരായിരുന്നു ഫയാസിന് സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നത്. ഇതിലധികവും പെൺസുഹൃത്തുക്കളായിരുന്നു. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടികളും ഫയാസിന്റെ വലയിൽ വീണു. കോഴിക്കോടുള്ള ഒരു സ്വകാര്യ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 മാസമായി പഠിക്കുകയായിരുന്നു ഫയാസ്. ഇതിനിടെ 17കാരിയുമായി പരിചയത്തിലായി. പരിചയം പിന്നീട് പ്രണയമായി. ഇതോടെ മറ്റാരും അറിയാതെ നാടുവിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിക്കുകയായിരുന്നു. 17കാരിയും മറ്റ് പെൺസുഹൃത്തുക്കളുമാണ് ഇയാൾക്ക് പണം നൽകിയിരുന്നത്. പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരാഴ്ച മുൻപാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫയാസിനെ പോലീസ് പിടികൂടിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഫയാസിന്റെ DJ തട്ടിപ്പ് പുറത്തെത്തിയത്. വ്യാജ വിവരങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടുത്തി മറ്റുള്ളവരെ ആകർഷിക്കുകയാണ് ഫയാസ് ചെയ്തത്. നിരവധി സ്ത്രീകളുമായി ഫയാസിന് ബന്ധമുണ്ടായിരുന്നു. ഫയാസും സുഹൃത്തുക്കളും ചേർന്ന് എറണാകുളത്തെ ഷോറൂമിൽ നിന്നാണ് ആഡംബര ബൈക്ക് മോഷ്ടിച്ചത്. പിന്നീട് വ്യാജ നമ്പർ പതിപ്പിച്ചായിരുന്നു കറക്കം. പെൺകുട്ടികൾക്കൊപ്പം പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കാഞ്ഞങ്ങാട്, സുള്ളിയ എന്നിവിടങ്ങളിൽ ഫയാസ് ഒളിച്ചു കഴിഞ്ഞിരുന്നു. സുഹൃത്തുക്കളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെയും ഫോൺ വിളികളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മംഗലാപുരത്ത് നിന്നുമാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത്. ബൈക്കിലായിരുന്നു ഇവരുടെ യാത്ര. പോലീസ് പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ ഓരോ സ്ഥലത്തു നിന്നും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. നിരവധി ആളുകളെ ഫയാസ് കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇക്കാര്യം വിശദമായി പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.